അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം കാൽവരിനാദം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാം എന്ന ഈ സാക്ഷി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. 152 എപ്പിസോഡിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളും വചനവും ഗാനങ്ങളും കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവിന് നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് വീണ്ടും തന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന നന്മകൾക്കായിട്ട് സ്തോത്രം. കർത്താവിന്റെ ദാസന്മാരെ അങ്ങ് വഴി നടത്തുന്ന വിധങ്ങൾ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് ഇടയാക്കി, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങൾ, ദൈവം നടത്തുന്ന വിധങ്ങൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് കൃപയൊരുക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. ഗാനം ആലപിക്കുന്ന പ്രിയ ദാസിക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. ക്രൂസിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് വളരെ അനുഗ്രഹീതമായ നിലയിൽ ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യണം. കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കട്ടെ. ഓരോ ഗാനങ്ങളും വചനവും സാക്ഷ്യവും ഞങ്ങളുടെ ഞങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് മാറാകണം. കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ 152 എപ്പിസോഡാണ് ഇന്ന് നമുക്ക് പങ്കെടുക്കുവാനായിട്ട് ഇടയായത്. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവം വളരെ ശക്തമായിട്ട് അനേക ജീവിത അനുഭവങ്ങളിലൂടെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിലും അതുപോലെ തന്നെ കർത്താവ് തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മോട് സംസാരിക്കും. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഇവാഞ്ചലിസ്റ്റ് കിഷോർ കുമാർ ബാംഗ്ലൂർ ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. ബാംഗ്ലൂരിന്റെ ആരും അറിയാത്ത തെരുവുകളിൽ, ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വചനവുമായി കടന്നു ചെല്ലുന്ന കർത്താവിന്റെ ദാസനാണ്. പ്രിയദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ചും മരണത്തിന്റെ വക്കിൽ നിന്ന് ദൈവം വിടുവിച്ച വിടുതലിനെ കുറിച്ചും അപകടങ്ങളെക്കുറിച്ച്, ദൈവം അതിൽ നിന്ന് വിടുവിച്ച സന്ദർഭങ്ങളെക്കുറിച്ച്, ദൈവത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച്, മാത്രമല്ല ദൈവം ഇന്ന് നമുക്ക് തന്ന വചനം അത് കേൾക്കുവാൻ, ഇതെല്ലാം ഇന്ന് രാത്രി കേൾക്കുവാൻ നമുക്ക് ഒരു അനുഗ്രഹീതമായ സമയം ദൈവം നമുക്ക് നൽകി തന്നിരിക്കും. പ്രിയദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ നന്ദി പറയുന്നു. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കർത്താവിന്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ 2 ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയ സഹോദരി ലിസ ബിജു ബെഹറിൻ അവറുകളാണ്. പ്രിയദാസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ കേട്ട് നമുക്ക് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാരംഭ ഗാനം യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ അധ്വാനിക്കുന്നത് വൃഥാ. 127 സങ്കീർത്തനത്തെ ആസ്പദമാക്കിയ ഒരു ഗാനമാണ്. പ്രിയ ദാസിയെ ഗാനം ആലപിക്കുന്നതിനായിട്ട് എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ പ്രാർത്ഥനയോടും കൂടെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും കാൽവരി മിനിസ്ട്രീസിൻ്റെ ശുശ്രൂഷയിൽ അടിയനെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്നെ ഇൻവൈറ്റ് ചെയ്ത സഹോദരന്മാർക്കുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അതിന് മുഖാന്തരത്തിൽ ഒരുക്കിയ സർവശക്തനായ ദൈവത്തിന് സർവമഹത്വവും അർപ്പിക്കുന്നു, നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ പാട്ട് ശ്രമിക്കാം. ഭവനം പണിയാതിരുന്നാൽ പണിയുന്നോരധ്വാനിക്കുന്നു
താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹീതമായ കർത്താവ് ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടമാണെന്ന് അർത്ഥം ഉൾക്കൊള്ളുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം ഇന്ന് രാത്രി കേട്ട് ദൈവത്തെ സ്തുതിപ്പാനിടയായി. ഒരു പ്രാർത്ഥനാ ഗാനം കൂടെ കേട്ട് നമുക്ക് മടങ്ങി വരാം. എന്റെ പ്രാർത്ഥന നിൻ തിരുസന്നിധി എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനാ ഗാനം കൂടെ കേട്ട് നമുക്ക് മടങ്ങി വരാം. പ്രിയാദാസിയെ ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ, വളരെ അനുഗ്രഹീതമായ ആലാപനം. പ്രിയദാസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൂടുതലായി ദൈവകൃപ നൽകി കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം ബലം നൽകട്ടെ എന്ന്
ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന ഒരു ധൂപവർഗമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു. നമുക്ക് അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ തരുന്ന സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, ഒരുപക്ഷെ വേദനകൾ, അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമെങ്കിൽ, സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമെങ്കിൽ, ആ വേദനകളും ദുഃഖങ്ങളും അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ സമയങ്ങളായി തീരും, ഓർമ്മകളായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സുവിശേഷകന്മാരുടെ ലൈഫ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മിഷണറിമാരുടെ ലൈഫ് എന്ന് പറയുന്നത് കഷ്ടതയും ദുഃഖവും ഒക്കെ നിറഞ്ഞതായിരിക്കാം. എന്നാൽ അതിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കാൽപ്പാടുകൾ അവർ നടക്കുന്നതിന് മുമ്പിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, സംരക്ഷിപ്പാൻ കർത്താവ് യേശു ക്രിസ്തു ഉണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. എന്നാൽ ചില അനുഭവങ്ങൾ നമ്മെ വേദനപ്പെടുത്തുന്നതും നൊമ്പരപ്പെടുത്തുന്നതുമാകാം. എന്നാൽ അവിടെയും ദൈവത്തിന്റെ കരുതലുണ്ട്, കാവലുണ്ട്. മരണത്തിന്റെ ആഴത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരാം. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് കിഷോർ കുമാർ ബാംഗ്ലൂർ അവരിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ജീവിത അനുഭവങ്ങളിലേക്കാണ് നാം കടന്നു പോകുന്നത്. എല്ലാം പറയാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. എങ്കിലും തന്റെ ജീവിത അനുഭവങ്ങൾ, തന്നെക്കുറിച്ച്, തന്റെ കുടുംബത്തെക്കുറിച്ച്, പ്രവർത്തന മേഖലകളെക്കുറിച്ച്, ദൈവം നടത്തുന്ന വിധങ്ങളെക്കുറിച്ച്, ദൈവം അത്ഭുതകരമായി വിടുവിച്ച അനുഭവങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രി നാം പ്രാർത്ഥനയോടെ കേൾക്കാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ ദാസൻ കിഷോർ കുമാർ അവറുകൾ നമ്മോടുകൂടെ ഉണ്ട്. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ഇനിയുള്ള സമയം ഏതാണ്ട് 8:40 വരെയുള്ള സമയം തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. Sister, thank you so much for the wonderful song sing by you. So it was very nice. When I heard that song, I got remind of Hema Jan sister. So she used to sing like that, Swarangal, she used to sing like that. So I'm really happy some of the singers in our assembly, like the Hema Jan and so familiar voices are there. And as well as George John uncle also is there from Kuwait. He's also, I think, a very good singer. So once again, I convey my wish, regards, love everyone who are watching through worldwide by the name of the Lord, our Lord Jesus Christ. So the translation, for translation, so one of my colleague brother from who's doing ministry in Patna, Bihar. So brother O.M. Matthew brother, he is the evangelist from Patna, Bihar. He will help us to do the translation. He is O.M. Matthew brother, as I mentioned. He is doing ministry in Patna, Bihar. Today he will there for translation. He will translate the testimony and as well as message into Malayalam. ഇന്ന് O.M. മാത്യു പാറ്റ്നയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നയാളാണ്. ഇന്ന് തൻ്റെ സാക്ഷ്യവും വചന ശുശ്രൂഷയും മലയാളത്തിലേക്ക് O.M. മാത്യു ആയിരിക്കും ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. Okay. So I give all the glory to God, and then I thank God for this wonderful opportunity. Like he's using our people in like this digital platform like this Zoom and YouTube and as well as Facebook, Instagram. So many digital platform is there. So as much as possible, we are using this digital platform to spreading love and fellowship and sharing our concern and testimonies and gospel message, preaching, everything we are sharing nowadays. ദൈവത്തിന് സകല മഹത്വവും കൊടുത്തുകൊണ്ട് പറയട്ടെ, ഈ നാളുകളിലായിട്ട് വ്യത്യസ്തമായ ഈ മീഡിയകളിലൂടെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാവകാശം ഇന്ന് എനിക്ക് ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Yesterday night I was talking with one of the evangelists from Tamil Nadu. So we were talking like that, Brethren movement started 200 years ago. So when we started, that time what is our level when we start? So what is the level nowadays? So that's what our conversation yesterday. So that time we used to say like this, brother, நாம் பழமையில இருக்கிறோம். We never adopt that புதுமை means new things to update. So we didn't get any updation ourselves. That is the main reason to behind nowadays. That's what he mentioned. ഇന്നലെ തമിഴ്നാട്ടിലുള്ള ഒരു സുവിശേഷകനുമായിട്ട് സംസാരിക്കുവാനായിട്ടിടയായി. അന്നേരം നമ്മളുടെ ഈ 200 വർഷം മുമ്പ് ആരംഭിച്ച ഈ മിനിസ്ട്രി അതിനെപ്പറ്റി പല കാര്യങ്ങൾ സംസാരിച്ചുള്ള ബന്ധത്തിൽ പറഞ്ഞതായ കാര്യം,
നമുക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യമെന്നുള്ളത് കാലഘട്ടങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതായ ആവശ്യമുണ്ട്. പലപ്പോഴും നമുക്ക് ആ കാര്യങ്ങൾ പുതുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളുടെ പരാജയമായിട്ട് സംസാരിക്കുവാനിടയായത്. So anyway, we are using digital platform to sharing His word and love. So I once again I thank especially Kalvarinadam Ministries for this wonderful opportunity to share my testimony. ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ സാക്ഷ്യവും ശുശ്രൂഷയും ചെയ്യുവാനായിട്ട് ദൈവം കാൽവരിനാഥം മിനിസ്ട്രിയിലൂടെ നൽകിയ അവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And as well as our dear brother O.M. Matthew brother also is translating, accepting for translation. Once again, I thanks to him. O.M. Matthew ബ്രദറിനെയും ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. So in this digital Zoom, as he said, I think 162 people they were share testimonies through this Zoom. ഈ സൂമിലൂടെ ചില ടെസ്റ്റിമണികൾ നമ്മൾ കേൾക്കുവാനായിട്ടിടയായിട്ടുണ്ട്. So I'm one of them sharing my testimony today. I'm very happy to introduce my dear myself. ഇന്ന് എൻ്റെ സാക്ഷ്യത്തിനായിട്ട് കിട്ടിയ സമയത്തിനായി സ്തുതിക്കുന്ന ഞാൻ തന്നെ എൻ്റെ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. So I think so many people they were know about me because last few months back I made with accident in Kerala. എന്നെ ഇപ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള പലർക്കും എന്നെ ഒരുപക്ഷെ അറിയാമായിരിക്കാം. ചില മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് കേരളത്തിൽ വെച്ച് വലിയ ഒരു ആക്സിഡന്റ് ഉണ്ടാകുവാനിടയായല്ലോ. So in that accident, so many people around the world, the children of God, they were prayed and they were supported, and a lot of loves and cares I received from children of God. ഈ അപകടത്തോടുള്ള ബന്ധത്തില് ധാരാളം പേർ ലോകമെമ്പാടുമുള്ള ദൈവത്തിന്റെ മക്കള് അവര് പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ കാണിക്കുകയും ചെയ്തു. ആ കാര്യത്തെ ഓർത്തും അവരുടെ സ്നേഹത്തിനായി കൂട്ടായ്മയ്ക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. So before I getting into my testimony, I want to share about myself. I want to introduce myself. സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. As all you know, my name is Kishore Kumar and I'm living in Bangalore. My native place is Pondicherry. We settled in Chennai. After that, from the Chennai, we came back to Bangalore. We came to Bangalore. നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ പേര് കിഷോർ കുമാർ എന്നാണ്. ഞാൻ ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതുമാത്രമല്ല എൻ്റെ സ്വദേശം പോണ്ടിച്ചേരിയാണ്. എന്നാൽ പിന്നീട് ഞങ്ങൾ ചെന്നൈയിലേക്ക് പോകുവാനായിട്ടിടയായി. ഇപ്പോൾ ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു. So I'm worshiping with Ebenezer Brethren Fellowship Assembly. അവിടെ ബാംഗ്ലൂരിൽ തന്നെയുള്ള എബനേസർ ബ്രദർ അസംബ്ലിയുമായിട്ടാണ് ഞാൻ കൂട്ടായ്മ ബന്ധം ആചരിക്കുന്നത്. And then I have one wife and two children, Joshua Kishore and Joel Kishore. My wife, beloved wife Nitya. എനിക്ക് ഒരു ഭാര്യയും രണ്ട് മക്കളുമുണ്ട്, നിത്യ, കിഷോർ ആൻഡ് ജോഷുവ. സോറി, ജോഷുവ ആൻഡ് Joseph. So my wife is doing business here in Bangalore. ചെറിയൊരു ബിസിനസ് എൻ്റെ ഭാര്യ ബാംഗ്ലൂർ ചെയ്യുന്നു. So I'm doing ministry along with Gospel Outreach Mission at present. So I'm the director of that mission. ഗോസ്പൽ ഔട്ട്റീച്ച് മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ട്, അതിന്റെ ഡയറക്ടറാണ് ഞാൻ. അതോടുള്ള ബന്ധത്തിലാണ് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നത്. Till before Corona, we were travel all over India, North India or Northeast India. So many places we were travel. After Corona, we limited our travel and then we used to travel among the South India. കൊറോണ വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വടക്കേന്ത്യയിലും നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനിടയായി. എന്നാൽ കൊറോണയ്ക്ക് ശേഷം സൗത്ത് ഇന്ത്യയിൽ മാത്രമായി ഞങ്ങളുടെ യാത്ര പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. So I'll tell you about this ministry later in my part of testimony. എന്റെ സാക്ഷ്യത്തിന്റെ മറ്റൊരു ഭാഗത്ത് അവസാന ഭാഗത്തോടുകൂടി എന്റെ മിനിസ്ട്രിയെ പറ്റി, ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെ പറ്റി പറയുവാൻ ആഗ്രഹിക്കുന്നു. So now I'm going to introduce my earlier life.
So my born and brought up and everything. In less of time, let me complete all the things as much as possible. എനിക്ക് നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് എൻ്റെ ചെറുപ്പകാലത്തെയും അതുപോലെ ആരംഭ ക്രിസ്തീയ ജീവിതത്തെ പറ്റിയൊക്കെ അല്പമായി നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Once again, all the glories and all the honor to God. So in 1984, I was born in Chennai. സകല മാനവും മഹത്വവും ദൈവത്തിന് നൽകിക്കൊണ്ട് പറയട്ടെ, ഞാൻ ജനിച്ചതും വളർന്നതും ചെന്നൈയിലാണ്. 1984. 1984. My family background is completely RC, Roman Catholic background, very traditional family. എന്റെ കുടുംബം റോമൻ കാത്തലിക് കുടുംബത്തിൽപ്പെട്ടതാണ്. അങ്ങനെ പാരമ്പര്യ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നാണ് ഞാൻ മുന്നോട്ട് വന്നത്. So my family used to follow all the rituals and tradition, everything as Roman Catholic mentioned. റോമൻ കത്തോലിക്ക സഭ ചെയ്യുന്ന എല്ലാ ആചാരങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. When I start to going to school, that time itself, my grandma, I brought up with my grandma. So she instructed me to wash all that lamps, the temple lamps, those all I used to wash. ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിന്റെ കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. അപ്പോൾ ചർച്ചിലൊക്കെ പോകുന്നതിന് മുമ്പ് ഈ വിളക്ക് വെക്കുന്ന തിരി വെക്കുന്ന ആ വിളക്ക് എൻ്റെ മാതാവ് എൻ്റെ ഗ്രാൻഡ്മ കഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. So she taught me everything. She taught me all the rituals and tradition. അങ്ങനെയുള്ള പാരമ്പര്യങ്ങളും ആചാരങ്ങളൊക്കെ എൻ്റെ ഗ്രാൻഡ്മ എന്നെ പഠിപ്പിച്ചിരുന്നു. So I was joined in the school. After that, till my, I guess, 4th or 5th standard, 92 or 93, till that time I was studying in that school. 1993 വരെ അഥവാ 4-5 ക്ലാസ് വരെയും ഞാൻ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു. So suddenly one day in my home, I guess Sunday evening, I have some 2 guests from different assembly. മറ്റ് സഭകളിൽ നിന്നുള്ള 2 അതിഥികള് ഞായറാഴ്ച വൈകുന്നേരമാണ് തോന്നുന്നു എന്റെ ഭവനത്തിൽ വരുവാനിടയായി. They are from Brethren Assembly, 2 brothers. ബ്രദർ അസംബ്ലിയിൽപ്പെട്ടവരായിരുന്നു. One brother name called Sundarapandi, other name brother name called Aaron. ആരൻ ആൻഡ് സുന്ദരപാണ്ഡി എന്ന് പറഞ്ഞ 2 സഹോദരന്മാരാണ് അന്ന് എന്റെ വീട്ടിൽ വന്നത്. Both the brothers, they having cycle, they will used to pick the children from the villages for the Sunday school. അവര് സൺഡേ സ്കൂളിന് വേണ്ടി സൈക്കിളിലെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാറുണ്ടായിരുന്നു. So nearly 5 kilometers they used to cycling to come reach my place. എന്റെ സ്ഥലത്ത് വരുവാൻ ഏകദേശം 5 കിലോമീറ്ററോളം അവര് സൈക്കിൾ ചവിട്ടിയാണ് വന്നത്. So one day suddenly they came to my home and asked me to come for Sunday school. അവര് എന്റെ ഭവനത്തിൽ വന്ന് യാദൃച്ഛ്യമായി എന്നോട് പറഞ്ഞു, കിഷോറും സൺഡേ സ്കൂളിന് വരണം. Before that I never heard about the Sunday school and this and all. Hello. Before that I never heard about Sunday school. So first time they introducing me about Sunday school. അതിനു മുമ്പ് ഞാൻ സൺഡേ സ്കൂൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി കേട്ടിട്ടില്ല. അവരാണ് സൺഡേ സ്കൂളിനെ പറ്റി എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. That very first week I really want to know what is Sunday school, what is the going on there. These 2 people they came, elderly people they came. So I'm eagerly I want to know about the Sunday school. 2 പ്രായമുള്ള വ്യക്തികളാണ് എന്റെ ഭവനത്തിൽ വന്ന് എന്നെ ക്ഷണിച്ചത്. എനിക്ക് സൺഡേ സ്കൂളിനെ പറ്റി വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത് അറിയുവാനുള്ള ഒരു ജിജ്ഞാസ എന്റെ ഉള്ളിലുണ്ടായി. So I went to with them and then first week it was really nice. First one song is happened, they taught one song and then they taught about one story. So everything I heard. സോ ആദ്യ ആഴ്ച എനിക്ക് വളരെ സന്തോഷമായി തോന്നി. ആദ്യം ഒരു പാട്ട് പാടി, പിന്നെ ഒരു ചെറിയ സ്റ്റോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങൾ അവർ സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിക്കാനിടയായി. So just first week, first 1 hour I got happy, but
I thought like this, why should I come to this place for 1 hour? I should enjoy with cricket, I should go to ground and enjoy cricket playing with my friends. കുറച്ചു സമയം ഞാൻ പോയി, എന്നാൽ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, ഇങ്ങനെ 1 മണിക്കൂർ ഞാൻ സമയം ചെലവഴിക്കേണ്ട കാര്യം എന്താണ്? ക്രിക്കറ്റ് കളിക്കാനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അങ്ങനെ അതിനുവേണ്ടി ഞാൻ സമയം ചെലവഴിക്കുന്നതല്ലേ നല്ലതെന്നൊരു ചിന്ത എന്നെ ഭരിക്കുവാനിടയായി. So when that 2 brothers came to next week, so I went to playing cricket. അടുത്ത ആഴ്ചയിലായിട്ട് ഈ 2 സഹോദരന്മാർ ഭവനത്തിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോയിരുന്നു. But the 2 brothers, they were waiting at home to coming back. ഞാൻ വരുന്നവരെയും അവര് വീട്ടിൽ എന്നെ വെയിറ്റ് ചെയ്യുകയുണ്ടായി. When I reached home, I got suddenly shocked. Oh, nearly 2 hours they waited for me. ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് വളരെ അത്ഭുതമാണ് തോന്നിയത്. ഈ പ്രിയപ്പെട്ടവര് 2 പേര് 2 മണിക്കൂറോളമായി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. Not only shocked, I got tension also because they are disturbing my playing time, എനിക്ക് ജിജ്ഞാസ അത്ഭുതം മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കളിയെ അവര് ഡിസ്റ്റർബ് ചെയ്തെന്ന ഒരു പ്രയാസം കൂടി എനിക്കുണ്ടായി. Then after that, I got to know about the 2 brothers, especially brother Sundar Pandian. Actually, he is a very asthma patient, and then varicose vein also is there. He is affected with varicose vein. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇതില് സുന്ദരപാണ്ഡി എന്ന് പറയുന്ന സഹോദരന് ആത്മാരോഗവും അതുപോലെ വെരിക്കോസിന്റെയും രോഗമുള്ള ഒരു രോഗി കൂടിയായിരുന്നു അദ്ദേഹമാണ് എനിക്ക് വേണ്ടി ഈ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തത്. That Aaron brother, another one brother, he is also affected with TB. ഈ അടുത്ത മറ്റു സഹോദരന് ആരൻ എന്ന് പറഞ്ഞ സഹോദരന് താൻ TB രോഗത്താൽ ഭാരപ്പെടുന്ന സഹോദരനായിരുന്നു. So that 2 brothers used to cycling 5 kilometers to picking me. ഈ രോഗികളായ സഹോദരന്മാരാണ് 5 കിലോമീറ്ററോളം യാത്ര ചെയ്ത് എന്നെ കൊണ്ടുവരുവാനായിട്ട് വന്നിരുന്നത്. So after knowing about this truth, I regularly go with them for the Sunday school. ഈ സത്യം മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ നിരന്തരമായിട്ട് സൺഡേ സ്കൂളിന് പോയിക്കൊണ്ടിരുന്നു. But after that, I never listened to their stories and song, nothing. But I want to go with them because of their illness they are coming, so I want to go with them. ഈ രോഗത്തിലും അവർ വരുന്നുള്ളൂ എന്നത് എന്നെ കൂടുതലായിട്ട് ചിന്തിപ്പിക്കുവാനിടയായി. അങ്ങനെ ഞാൻ നിരന്തരമായി സൺഡേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. So after some time, I got one day in Sunday school there is a competition they conducted. In that competition, I won, and then I received one book. Brother Arul Selvan, he presented me that book. അതിനുശേഷം ഞാൻ സൺഡേ സ്കൂളിൽ റെഗുലറായി പോയിക്കൊണ്ടിരുന്നു. ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു സൺഡേ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ. അതിൽ എനിക്ക് വിജയമുണ്ടാകുകയും എനിക്ക് സമ്മാനം തന്നു. അരുൾ ശെൽവൻ എന്ന് പറഞ്ഞ ശെൽവൻ എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് സമ്മാനം നൽകിയത്. So when I received that book, he told me, he showed, this is a very good story book. This book is second to the Bible. World #1 selling book is Bible. Second one is this book, he told. അദ്ദേഹം എനിക്ക് നൽകിയ ബുക്കിനെ പറ്റി പറഞ്ഞത് വേദപുസ്തകമാണ് ഏറ്റവും ഒന്നാമത്തെ പുസ്തകം. അതിനുശേഷം ലോകത്തിലെ അക്സെപ്റ്റഡ് ആയ പേര് കേട്ട പുസ്തകമാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞു. That book name called Pilgrim Progress. നമുക്കെല്ലാം പരിചിതമായ ഒരു പുസ്തകമാണല്ലോ പിൽഗ്രീം പ്രോഗ്രസ്. John Bunyan, not like a new edition like nowadays it's coming, very thin one, not like that. A old one it's very big book like a Bible. ഈ നാളുകളിൽ വരുന്ന അത് വളരെ കനം കുറഞ്ഞ പുതിയ എഡിഷൻ ആണ് വരുന്നത്. ആ കാലഘട്ടത്തിൽ ബൈബിളിന്റെ അത്രയുമുള്ള വലിയ ഒരു ബുക്കായിരുന്നു ജോൺ ബനിയൻ എഴുതിയിരുന്ന പിൽഗ്രീം പ്രോഗ്രസ് എന്ന് പറഞ്ഞ ബുക്ക്. So in those days there is no TV, serial, nothing is there, so I eagerly addict to read novels and magazines, everything, story books, everything. So as like that, same like that, I used to read this book also. ആ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ ടിവിയോ മൊബൈലോ ഒന്നും ഇല്ല ആ വിധത്തിൽ സമയം ചെലവഴിക്കാൻ. അതുകൊണ്ട് ഞാൻ നോവലും മാഗസീനൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അതേ ആഗ്രഹത്തോടെ ഞാൻ ഈ ബുക്കും വളരെ ജിജ്ഞാസയോടുകൂടി വായിക്കുവാനിടയായി.
within few days I complete my first time reading. കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ഈ പുസ്തകം ഒരു പ്രാവശ്യം മുഴുവനായിട്ട് വായിച്ചു. But I really like that story and imagination. അതിലെ കഥയും അതിന്റെ ഇമാജിനേഷനും ഒക്കെ എന്നെ വളരെയേറെ സ്വാധീനിക്കാനിടയായി. So I start to read second time. ഞാൻ രണ്ടാമതും ആ പുസ്തകം വായിച്ചു. When I used to read second time, so that main character name called John, Christian, main character name called Christian, when he reads that path of crucifixion, so he confesses his sin and he accepts Lord Jesus Christ as a personal savior. രണ്ടാമത് ഞാൻ വായിച്ചപ്പോൾ ഈ പുസ്തകത്തിന്റെ മെയിൻ ക്യാരക്ടറായ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ആള് കാൽവരി ക്രൂശിനെ പറ്റിയുള്ള ആ ദർശനം ലഭിക്കുകയും തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കി. That particular passage is interact with me and make me confess my sin, and then I'm also accepting Lord Jesus Christ as my personal savior on terrace of my church. അന്ന് എന്റെ ചർച്ചിന്റെ ടെറസിൽ വെച്ച് ഈ കാര്യങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ വളരെ സ്വാധീനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ അവന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാനിടയായി. Very next following year I got received baptism from the church. അടുത്ത വർഷം ഞാൻ സഭയിൽ സാക്ഷ്യം പറയും. ആ വിധത്തില് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാനിടയായി. So after that we used to do so many Sunday school ministries as well as youth ministries, tract distribution, gospel ministries among that village. അതിനുശേഷം ഗ്രാമങ്ങളിൽ പോയി ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ വില്ലേജിൽ പോയി സുവിശേഷം പറയുകയും ആ വിധത്തില് പല ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ടിടയായി തീർന്നു. So that time after so many months and I think 1 or 2 years later, there is one camp has happened in Chennai, that is a youth camp. ഏകദേശം 2 വർഷങ്ങളാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഒരു യൂത്ത് ക്യാമ്പ് ചെന്നൈയിൽ നടക്കുകയുണ്ടായി. So in that camp I have participated as a volunteer for helping in kitchen and arranging some items, everything. So in that meeting I met one auntie. Yeah. So അതിനകത്ത് ഞാനൊരു വോളണ്ടിയർ ആയിരുന്നു. ഞാൻ അടുക്കളയിലും അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ സഹായിച്ചു കൊണ്ടിരുന്നു. ആ മീറ്റിംഗിൽ ഞാൻ ഒരു ആന്റിയുമായിട്ട് ബന്ധപ്പെടുവാനിടയായി. She is actually Anglo-Indian. She is working as a CF director of Chennai. ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീ ആയിരുന്നു. ഒരു സ്ഥാപനത്തിന്റെ ഒരു ഡയറക്ടർ കൂടിയായിരുന്നു. Mrs. Fanny Prabhu. Her name is Mrs. Fanny Prabhu. Okay. Yeah, she used to take a missionary challenge in every day evening. 3 days camp was it was happened. So in that camp evening time, free time, she used to conduct a missionary challenge time. അത് 3 ദിവസത്തെ യൂത്ത് ക്യാമ്പായിരുന്നു. അതില് സഹോദരി മിഷണറി ചലഞ്ച് ചെയ്യുവാൻ കർത്താവിന്റെ വേലയുടെ പ്രാധാന്യത്തെ പറ്റി എല്ലാ ദിവസവും ഷെയർ ചെയ്യുകയുണ്ടായി. So she really explained about William Carey, how he suffered, how he entered into India, what is his achievement in India, what he does in India for Christian people, everything she explained very well manner. മിഷണറി ചലഞ്ചിനുള്ള ബന്ധത്തിലെ വില്യം കേറി എന്ന് പറഞ്ഞ വലിയ ദേവദാസനെ പറ്റി പറഞ്ഞു. താൻ എവിടെ നിന്നാണ് വന്നത്, എവിടെയാണ് വന്നതെന്നും താൻ ചെയ്ത ശുശ്രൂഷകളെ, താൻ ചെയ്ത ബൈബിൾ പരിഭാഷകളെ പറ്റിയൊക്കെ ഷെയർ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. It was so much useful for me and it spoke to me actually, that story. ആ കഥ, ആ ഒരു സംഭവം അത് എന്നെ സ്വാധീനിക്കാനിടയായി. അത് എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. So final third day she asked who are you to ready to follow Jesus Christ and who's ready to do big things for God. She is asked that question. ഈ മീറ്റിംഗിന്റെ അവസാനം ആര് കർത്താവിനോട് കൂടെ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അതുപോലെ കർത്താവിന് വേണ്ടി വില്യം കേറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്.
വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുക. അപ്പം അങ്ങനെ അതിനുവേണ്ടി ആര് തയ്യാറാണ് എന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. So that time I decided in my heart, dear God, I want to serve you as a evangelist. I want to do your ministry. അന്ന് ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവസന്നിധാനത്തിൽ സമർപ്പിച്ചു. കർത്താവേ, നിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ, വേല ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് എന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കുകയുണ്ടായി. So when I came out from that room, immediately after a few days, I met one of my spiritual friends. ഞാൻ അതിനുശേഷം, ഞാൻ ആ റൂമിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു ആത്മീയ സ്നേഹിതനെ കാണുവാനിടയായി. So I shared about this decision and everything. Immediately he said, so you want to get into ministry? That's what he asked. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ കർത്താവിന്റെ വേലയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. He said, Kishore, you are coming from poor family, so I think you are expecting money from the church. That's why you are coming into ministry. That's what he said. ഒരു സംശയത്തോടു കൂടി എന്നോട് ചോദിച്ചതായ കാര്യം, കിഷോർ, നിങ്ങളൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തില് ചെയ്യണമെന്നൊക്കെ പറയുന്നത് സഭയിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം ആഗ്രഹിച്ചിട്ടാണോ എന്നോട് ചോദിച്ചു. Immediately I got attention and accepted in mind, and then I went to home and then prayed like this: God, definitely I will do your ministry, and then I will work myself and earning myself, and then from that money I will do the ministry. That is my prayer. അതെന്നെ അല്പമായ ടെൻഷൻ ഉണ്ടാക്കി ഞാൻ നേരെ ഭവനത്തിൽ പോയി ദൈവസന്നിധാനത്തിൽ സമയം ചെലവഴിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ നിന്റെ വേല ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ അധ്വാനിച്ച് ഞാൻ ജോലി ചെയ്ത് ജോലിയോടുള്ള ബന്ധത്തിൽ ജോലിയായി ജോലിയോട് കൂടി കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയുണ്ടായി. So this is my ministry call and earlier life. ഇതാണ് ആരംഭകാലത്തെ എൻ്റെ ചെറുപ്പകാലവും അതുപോലെ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലുള്ള വിളിയുടെ സാരാംശവും. So in 2000, year of 2000, some of the youths we planning to do gospel ministry among the villages. 2000 ചില ചെറുപ്പക്കാരുമായി ഗ്രാമങ്ങളില് സുവിശേഷ പ്രവർത്തനം ചെയ്യുവാനായിട്ട് ഞങ്ങള് ഒരു കാര്യം പ്ലാനിട്ടു. So nearly from the church also we used to that ministry. Apart from the church, nearly 2-3 brothers we gather and we planning about the ministry. ചർച്ചുമായുള്ള ബന്ധത്തിലാണ്. എന്നാൽ അത് കൂടാതെ ഞങ്ങൾ തന്നെയും ചെറുപ്പക്കാരായ ഞങ്ങള് ഈ വിധത്തില് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലെ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുവാനിടയായി. So in that time we start gospel outreach mission in 2000. അങ്ങനെയാണ് ഈ മിഷൻ ഞങ്ങൾ 2000 ആരംഭിക്കാനിടയായി തീർന്നത്. So in that mission so many people are there from Chennai, Erode and Andhra Pradesh and then Northeast India. So many people are there. ഈ മിഷനോടുള്ള ബന്ധത്തില് ചെന്നൈയിൽ നിന്നും അതുപോലെ തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആന്ധ്രയിൽ നിന്നും നോർത്ത് ഈസ്റ്റിലുള്ള പലരും ഇതില് പങ്കുകാരായിക്കൊണ്ടിരിക്കുന്നു. So in that mission, my main ultimate aim is every creature receive a gospel. അതിനകത്ത് ലോകത്തുള്ള എല്ലാവരും സുവിശേഷം അറിയണം എന്നുള്ള ഒരു തീമോട് കൂടിയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So we made a policy ourselves. So we should not ask money for anyone. If God gives a ministry, He will provide us. That is our belief. ഞങ്ങൾ അതിനകത്ത് ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കി, അതായത് ആരോടും ഈ മിനിസ്ട്രിയോട് ബന്ധത്തിലെ സാമ്പത്തികം ആവശ്യപ്പെടുന്നില്ല. കർത്താവിന്റെ ശുശ്രൂഷയാണെങ്കിൽ കർത്താവ് അതിനുള്ള ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നിറവേറ്റി തരുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകാനിടയായി. If anyone ask us to come for the ministry, we'll go there. Whatever they will give, we'll eat. Wherever they want to stay, we'll stay in that place. We never ask about any facilities and luxuries.
ഞങ്ങളെ ഏതെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചാൽ അവർ തരുന്ന ആഹാരവും അവർ തരുന്ന താമസ സൗകര്യവും ഞങ്ങൾ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു. മറ്റ് ഒരു ലക്ഷൂറിയസ് ആയ സുഖകരമായ ഒരു യാത്രാ സൗകര്യമോ മറ്റും ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചില്ല. Still we are following the same rules in our ministry. ഇന്നും ഞങ്ങൾ ശുശ്രൂഷയിൽ ആ ഒരു ചിന്തയോടുകൂടി ആ തീമോട് കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. So God gave me the grace in standing in that point. So still എടുത്ത ആ തീരുമാനത്തിൽ ഇന്ന് ഉറച്ചു നിൽക്കുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. So in this mission, gospel outreach mission, we used to train the people for next generation. ഈ ഗോസ്പൽ ഔട്ട്റീച്ച് മിഷനിലൂടെ ഞങ്ങൾ ചെറുപ്പക്കാരായവരെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അടുത്ത തലമുറയെ കർത്താവിന് വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Not only gospel ministry, as well as teaching and Bible studies and seminaries, and then training programs also we are conducting. ഞങ്ങള് ഗോസ്പൽ അറിയിക്കുക മാത്രമല്ല, ഞങ്ങൾ ദൈവവചനം പഠിപ്പിക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, ആ വിധത്തിൽ മറ്റുള്ളവരെ എക്വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We have a set of training programs, discipleship training and evangelism, how to share the gospel to normal people, because you cannot preach directly to the normal people. എങ്ങനെ സാധാരണക്കാരോട് സുവിശേഷം അറിയിക്കാം, അങ്ങനെ ഞങ്ങൾ ഗോസ്പൽ പ്രോഗ്രാം, അതുപോലെ ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. And then we have a art of preaching program also. Children's ministry training program is there, one day program. ഓരോ ദിവസത്തായുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രോഗ്രാം, അതുപോലെ വ്യത്യസ്തങ്ങളായ ചില ശുശ്രൂഷകൾ ദൈവം ഏൽപ്പിച്ച് ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. So all this training program is free of cost. We giving our own material, we are giving supplies, stationery item, everything free. So we just demand place and time, that's it. One day from the morning to evening. ഞങ്ങളത് എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മെറ്റീരിയൽസ് മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഒരു കാര്യം മാത്രം ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ സമയം വേണം, നിങ്ങൾ ഒരു സ്ഥലം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരണം. So in this manner we continued our ministry. A few months back actually I came to Mangulam, Kerala. ഈ വിധത്തിലുള്ള ശുശ്രൂഷകൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങള് മാങ്കുളം, ഇടുക്കിയിലുള്ള മൂന്നാറിനടുത്തുള്ള മാങ്കുളം എന്ന സ്ഥലത്ത് കുടുംബമായിട്ട് വരുവാനായിട്ടിടയായി തീർന്നു. Actually from for January onwards I have very busy schedule. I have made complete my 6-month schedule. ജനുവരി മുതൽ എനിക്ക് വളരെ തിരക്കുള്ള സമയങ്ങളായിരുന്നു. അങ്ങനെ 6 മാസത്തെ ശുശ്രൂഷ ഞാൻ ഷെഡ്യൂൾ ചെയ്താണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. So in that manner 8th I supposed to reach Mangulam. That is our planning. ആ വിധത്തില് ഏപ്രിൽ 8-ാം തീയതി, ഏപ്രിലിനോ ഏപ്രിൽ 8-ാം തീയതി ഞങ്ങള് മാങ്കുളത്ത് എത്തുവാനായിട്ട് പ്ലാൻ ചെയ്തു. So 2 days before 8th I supposed to reach Mangulam, but 2 days before we don't have any money in our account. ഈ 8-ാം തീയതി എത്താനായിട്ട് ഞങ്ങള് തീരുമാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും 2 ദിവസം മുമ്പ് ഞങ്ങളുടെ കയ്യിൽ അവിടെ വരുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നു. Because our brothers they called as a family. If families comes we need to drive by car, we need petrol expenses, tax, toll expense, everything is there, no? So we don't have money. So I thought like this, if I'm going alone, this all expenses will be cut off, no? So I convey that message, brother, I am alone coming. ഈ മാങ്കുളത്തുള്ള സഹോദരന്മാരെ കുടുംബമായിട്ടാണ് കടന്നു വരാനായിട്ട് പറഞ്ഞത്. കുടുംബമായിട്ട് വരണമെങ്കിൽ കാറിനെ വരാൻ പറ്റത്തുള്ളൂ, പെട്രോൾ വേണം, ടോളിന് പൈസ കൊടുക്കണം, അങ്ങനെ വലിയൊരു എക്സ്പെൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മാങ്കുളത്തുള്ള സഹോദരന്മാരോട് പറഞ്ഞു, കുടുംബമായിട്ട് വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വരാൻ ആഗ്രഹിക്കുന്നത്. So some our brothers told, brother, don't do like that. You supposed to come with family, we pray for you. That's what they mentioned. അവർ ഇത്രത്തോളം പറഞ്ഞു, അങ്ങനെയല്ല, കുടുംബമായിട്ട് വരണം, ഒറ്റയ്ക്ക് വരരുത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അത്രത്തോളം കാര്യം പറഞ്ഞു. The 7th night I got received one gift from Bangalore. One of our brother, he transferred me to my account.
ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു സഹോദരന് 7-ാം തീയതി വൈകുന്നേരം എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ അയക്കുവാനായിട്ടിടയായി. Then he clearly told me, brother, this is for you, especially for petrol and then toll expenses. അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു ഇത് കിഷോറിന് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല മാങ്കുളത്തെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തില് കുടുംബമായിട്ട് പോകുവാൻ പെട്രോൾ വേണം, മറ്റ് ചെലവുകളുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഈ പണം അയക്കുന്നത്. So in that time only we used to pack our all the dresses and clothes, everything. 7th night, almost about 11 o'clock we used to pack everything. അന്ന് 7-ാം തീയതി ഏകദേശം രാത്രി 11 മണിയോട് കൂടിയാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുവാനായിട്ടിടയായി തീർന്നത്. So we started from here, we reached by that day evening in Mangulam. അങ്ങനെ ഞങ്ങൾ 8-ാം തീയതി മാങ്കുളത്ത് എത്തിച്ചേർന്ന് കുടുംബമായി. While coming itself, lot of difficulties we faced to reach that place. ആ സ്ഥലത്ത് എത്തുവാൻ വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നു. Because along with me, some of the brothers from Bangalore, they also used to come. ബാംഗ്ലൂരിൽ നിന്നും മറ്റു ചില സഹോദരന്മാരും വന്ന് അവിടെ ആ മിനിസ്ട്രിക്കായിട്ട് വരാനുണ്ടായിരുന്നു. They reached early and my vehicle got delayed because when I reached that Kalar junction, in that junction some government work is going on the roadside. So that people used to tell you need to reach Adimali. From that Adimali you need to use forest road. മറ്റു സഹോദരന്മാരെ അവിടെ എത്തി ഞങ്ങൾ താമസിച്ച കാരണം ഒരു ജംഗ്ഷനിൽ ഗവൺമെന്റ് ചില വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു അടിമാലിയിൽ ചെന്നിട്ട് നിങ്ങൾ മറ്റൊരു റൂട്ട് എടുത്ത് ഒരു ഫോറസ്റ്റിലൂടെയുള്ള ഒരു റൂട്ട് എടുത്തിട്ടാണ് നിങ്ങൾ അവിടെ പോകേണ്ടതെന്ന് പറഞ്ഞു. But when we reached night, almost I think 7:30 like that Adimali, that Adimali people, local people, they said no, this time you should not use that route. You should you need to take it back your vehicle and reach Kallar. Same route only you need to follow, main route. ഞങ്ങൾ അങ്ങനെ അടിമാലി എത്തിയപ്പോൾ അവിടെയുള്ള ആൾക്കാരാണ് പറഞ്ഞ ഇത് രാത്രി സമയമാണ്, വനത്തിലൂടെ പോകുന്നത്, ആ റോഡിലൂടെ പോകുന്നത് സുരക്ഷിതമല്ല, നിങ്ങൾ തിരിച്ച് കല്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തണം, അവിടെ വന്ന് നിങ്ങൾ നേരത്തെ തീരുമാനിച്ച അതേ റൂട്ടിലൂടെ പോകണം. So same route we used to follow and reach by 8:30 above. അങ്ങനെ ഞങ്ങൾ അതേ റൂട്ടിലൂടെ പോയി 8:30 കൂടി ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. So almost from Tuesday, Wednesday, Thursday and Friday. So 4 days we used to do the ministry among the youths and adults and as well as the children. അവിടെ കുഞ്ഞുങ്ങളും പ്രായമായവരും ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ 4 ദിവസത്തെ ശുശ്രൂഷ ചെയ്യുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. So really God gave me the opportunity to share gospel among the Mangulam people. മാങ്കുളത്തെ ജനത്തോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. Then Sunday morning, early morning, we went to the worship. അങ്ങനെ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കാനിടയായി. So after worship, all the people, they are busy with taking photos, and all the families, they came to me, brother, you need to get one photography with us, and everyone said like that. ആരാധനയ്ക്ക് ശേഷം എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഞങ്ങളോടും പറഞ്ഞു നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണം. So nearly 2 o'clock, till 2 o'clock, so many people, they were talking with us. They are taking photos, and sister Binu brother, and there is one evangelist there, Binu brother. His wife asked me to come to her home and then asked me to pray at home. അങ്ങനെ ഒരു 2 മണിയോളം പല കാര്യങ്ങൾ സംസാരിച്ചു, ഫോട്ടോ എടുത്തു. അവിടെ ബിനു എന്ന് പറഞ്ഞ ഒരു സഹോദരൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. എൻ്റെ ഭാര്യ തന്റെ വീട്ടിൽ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഞങ്ങളോട് പറഞ്ഞു. So then we went to that brother's house. That sister, actually after praying, she's crying like anything. Brother, we all stayed together. We spent so much of time. Really, I worry, feel, please stay one more day, something like that. She convey her feeling, emotion. അവിടെ പോയി പ്രാർത്ഥിച്ചു. വളരെ സന്തോഷമായി താന് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞത്, ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു, നിങ്ങൾ പോകുന്നത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്, സാധിച്ചാൽ ഒരു ദിവസം കൂടി ഞങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനിടയായി.
but I regret that request, and then I told no, sister, I need to reach Bangalore, because after reaching Bangalore, very next day we used to travel Ooty for the ministry. That is our plan. ഞാൻ പറഞ്ഞു എനിക്ക് ബാംഗ്ലൂരിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷം പിറ്റേ ദിവസം ഊട്ടിയിൽ ഒരു മിനിസ്ട്രി ഉണ്ട്, അതിന് പോകണമെന്ന് പറഞ്ഞു. So almost 2:10 to 15 like that, we started from Mangulam. 2:10-15 കൂടി ഞങ്ങൾ മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് യാത്ര തിരിച്ചു. Almost 2.5 hours I used to drive towards the Theni, come back to Bangalore. തമിഴ്നാട്ടിലെ തേനി കൂടിയിട്ടാണ് ബാംഗ്ലൂരിൽ എത്തേണ്ടത്. അങ്ങനെ തേനി അടുത്ത് വരെയും 2-2.5 മണിക്കൂറോളം ഞാൻ വണ്ടി ഓടിച്ചു. No, not till Theni, that route, Theni route. Before Theni, that route. Before Theni. After crossing Munnaru, so we used to drive in that Ghat road. I think Kerala people, they know completely Ghat road. So in that road I used to drive. മൂന്നാർ കഴിഞ്ഞുള്ള റോഡ് നിങ്ങളെ കേരളത്തിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. ആ റൂട്ടിലൂടെയാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. So after reaching Munnaru, crossing Munnaru, nearly Bodimettu. So just before 150 meter before, there is a one yes bend is there. അവിടെ ബോഡിമെട്രോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു യെസ് ആയിട്ടുള്ള ഒരു വളവുണ്ട്. അതിന്റെ അടുത്ത് ഒരു 150 മീറ്ററിന് മുമ്പ്. So yes bend is there. So I just crossed first bend and taking right. ഞാൻ യെസ് എന്ന് പറഞ്ഞ ആ ബെൻഡ് എടുത്ത് ഞാൻ റൈറ്റിലേക്ക് പോവുകയായിരുന്നു. Little bit further front, I lost the grip of the steering. Steering means if you hold the steering, we'll feel one grip on the road grip, you know. So that grip is missing. എനിക്ക് ആ സ്റ്റിയറിംഗിനുള്ള ഗ്രിപ്പ് മിസ് ചെയ്യുവാനായിട്ടിടയായി തീർന്നു. So I feel completely lost control. Suddenly, I don't have any time to react that situation. പെട്ടെന്ന് എന്റെ കൺട്രോൾ വിട്ടുപോവുകയും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. So my wife is sleeping next to me, and both of the children, they were sitting behind. എന്റെ 2 കുഞ്ഞുങ്ങൾ പുറകിൽ ഇരിക്കുകയാണ്, ഭാര്യ അടുത്ത് ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. And in my car, almost all the ministry item, projector, and then ministry training material, all the ministry item, it was there in car. എന്റെ കാറില് മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട പുസ്തകങ്ങളും അതുപോലെ പ്രൊജക്ടർ മറ്റു സാധനങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. So suddenly that vehicle, Wagoner, Pudhiya vehicle, it's a new vehicle, went left towards the street. പെട്ടെന്ന് തന്നെ ഇടത്ത് ഭാഗത്തേക്ക് എന്റെ വാഹനം തെന്നി മാറുവാനിടയായി. So from road level, actually that ground level is 5 feet top. ആ ഗ്രൗണ്ട് ലെവല് 5 അടി ടോപ്പാണ്. Actually it is 200 meter steep, but ഏകദേശം 200 അടി താഴെയുള്ള ഒരു കുഴിയാണ് താഴെയുള്ളത്. But that vehicle rolled down towards the valley and it stops on 60 feet. അത് 200 അടി വരെ പോയില്ല, അതിനു മുമ്പ് 15. So suddenly I saw in front of my eyes, 60 feet, 60 meter, yeah. അടി വരെ പോയില്ല, 260 അടി എത്തിയപ്പോഴേക്കും അത് ഒരു ചെറിയ ഒരു എന്താ നിരപ്പായ സ്ഥലം അവിടെ കിട്ടി. അവിടെ വണ്ടി നിൽക്കുവാനിടയായി. Actually that vehicle is supposed to reach 200 meters. I don't know how it stops on 60 feet because completely steep. അതൊരു സ്റ്റീപ്പായ സ്ഥലമാണ്. 200 അടി താഴേക്ക് പോകേണ്ടതായിരുന്നതാൽ 60 അടിയിൽ വാഹനം അവിടെ നിൽക്കുവാനിടയായി. So in front of my eyes, front dashboard is burning completely. Fire is start firing. എന്റെ ഡാഷ്ബോർഡിന്റെ അവിടെ നിന്ന് തീ വരുന്നത് എനിക്ക് കാണുവാനിടയായി. Immediately I broke my driver window. Actually car is like that, I am hanging on the seat. So I broke the window. I pulled my wife out of the window. ഞാൻ എന്റെ ഡ്രൈവർ വിൻഡോ ആ ഗ്ലാസ് പൊട്ടിച്ചു. അതിനുശേഷം എന്റെ ഭാര്യയെ അതിലൂടെ ഞാൻ വലിച്ച് പുറത്തിറക്കി. So from the back side, my eldest son Joshua was there. So Joshua alone is there. I got shocked. Where is the younger one?
ഞാൻ നോക്കിയപ്പോൾ വണ്ടിയുടെ പുറകില് ജോഷുവ എന്റെ മൂത്ത കുഞ്ഞേ ഉള്ളൂ. എനിക്ക് വളരെ അത്ഭുതം തോന്നി എന്റെ ഇളയ കുട്ടി എവിടെയാണെന്നുള്ളത്. When I lost the control of the vehicle, immediately I pray like this: God, take my life, spare their lives. That is my prayer. Very immediate reaction. Take my life. Take my life, spare them. ഓക്കെ. ഞാൻ വണ്ടി മറിഞ്ഞ സമയത്ത് കർത്താവിനോട് പറഞ്ഞത്, കർത്താവ് എന്റെ ജീവൻ എടുത്തോ, എന്നാൽ എന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. But when I was looking behind, from the behind, that younger one, Joseph is not there, Joel is not there. ഞാൻ പുറകിൽ നോക്കിയപ്പോൾ എന്റെ ഇളയ മോനെ ജോയലെ അവിടെ കാണാനായിട്ട് കണ്ടില്ല. So I took Nitya outside and then Joshua. Suddenly I got നിത്യയെ പുറത്ത് കൊണ്ടുവന്നു, അതുപോലെ മൂത്തമാൻ ജോഷുവെ പുറത്താക്കി. So immediately car blast within a few seconds. This all happened in very few seconds. ഇതെല്ലാം ചില സെക്കൻഡുകൾക്കുള്ളിലാണ് സംഭവിച്ചത്. ഞാൻ വലിച്ചു പുറത്തിറക്കിയതും കാറ് കംപ്ലീറ്റ് ആയിട്ട് കത്തുവാനിടയായി. Completely blast. So I lost my belief for my younger son. I completely speechless. എനിക്ക് ചിന്ത വന്ന് എന്റെ ഇളയ മകൻ മരിച്ചുപോയി, കാണാം, അവനെ കാണുന്നില്ല, എനിക്ക് എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലായി. And then my wife also fell in unconscious, completely bleeding on ears and nose, everywhere. Half of the face completely covered with blood. എന്റെ വൈഫ് അൺകോൺഷ്യസ് ആയി, ഒരു ഭാഗം കംപ്ലീറ്റ് രക്തം കൊണ്ട് നിറഞ്ഞു, അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകുവാനായിട്ടിടയായി. So I don't have any belief in her life. I thought she's lost, she's no more. That's what my thought in that time. എന്റെ ഉള്ളിൽ വന്ന ചിന്ത എന്റെ ഭാര്യയും മരിച്ചു കാണും, ഒരു ചിന്തയാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. So when the people from the top, they are coming to helping me, so immediately they took Joseph from the there is a tea plant is there, no, from the plant they took Joel. Then only my life is my breath is coming to me. ആ സമയത്ത് കുറച്ച് പേര് റോഡരികിൽ ഉണ്ടായിരുന്നു. ഈ വാഹനം മറിഞ്ഞ സമയത്ത് അവര് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരാനിടയായി. അവർ വരുന്ന വഴിയിൽ ഒരു തേയിലച്ചെടിയില് തടഞ്ഞ് ഇളയ മോനെ കിട്ടി, അവനെയും കൊണ്ട് എടുത്തുകൊണ്ടാണ് അവർ വന്നത്. So we all saved by God's grace, and we saw the divine protection in that place especially. അവിടെ ദൈവം ഞങ്ങളുടെ എല്ലാവരെയും രക്ഷിക്കുവാനും ദൈവത്തിന്റെ ഒരു വലിയ കരുണ ഞങ്ങൾക്ക് അവിടെ അനുഭവിക്കുവാനും ഇടയായി തീർന്നു. So after that we admitted into Theni hospital. അതിനുശേഷം ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. So nearly midnight 12 o'clock she responding to the treatment, Nitya, she got her conscious back. ഏകദേശം 12 മണി രാത്രിയോടുകൂടി നിത്യ ഒരു കോൺഷ്യസിലേക്ക് വരുവാൻ റെസ്പോണ്ട് ചെയ്യുവാൻ തുടങ്ങി. So actually we got injury in my eyes, top of my eyes, and then my lips completely swell like anything, very big swell it was there. എന്റെ ഒരു സൈഡിലെ ബ്ലഡ്, കണ്ണിന്റെ അവിടെ മുറിവുണ്ടായി, ചുണ്ടിന്റെ അവിടെ വലിയ നീര് പിടിച്ചു കിടക്കുന്ന അവസ്ഥയുണ്ടായി. Even in my chin, everywhere, in my left hand side leg also I got a very major injury. Actually blood vein is cut, nerve is cut. നെർവ് കട്ടായതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് മുറിവും പ്രയാസം ഉണ്ടായി. Immediately that night itself they did the surgery for me. അന്ന് രാത്രി തന്നെ എനിക്ക് എന്നെ സർജറി ചെയ്തു. So many people immediately they came to the hospital, especially from all over Tamil Nadu, or the people who were traveling with me from Agape Assembly, and then Mangalam people, and so many people they coming to hospital. എന്നാൽ ദൈവകൃപയാല് ധാരാളം പേർ ഈ കാര്യം അറിയുകയും ഹോസ്പിറ്റലിൽ എത്തിച്ചേരുവാനിടയായി. തമിഴ്നാട്ടിലുള്ള പലരും അതുപോലെ മാങ്കുളത്തുള്ള പ്രിയപ്പെട്ടവര്, യാത്ര ചെയ്തുകൊണ്ടിരുന്നവര്, അവരൊക്കെ അവിടെ എത്തുവാനിടയായി തീർന്നു. So at the time me and younger son and Nitya, we all got saved and we respond to the treatment. But that elder son Joshua, he got a very major fracture just below the knee. Actually his leg is broken into two pieces.
ഞങ്ങളുടെ ഒക്കെ ആ ട്രീറ്റ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ മൂത്ത മകന്റെ മുട്ടിന് താഴെ എല്ലാം രണ്ടായിട്ട് ഒടിഞ്ഞു. അവന് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട വന്നു. So in that Teni government hospital, they are delaying to operation to do for him. അവന്റെ ഓപ്പറേഷൻ വളരെ ഡിലേ ആക്കി തേനിയിലെ മെഡിക്കൽ കോളേജ്. Then we are taking him to Uslambeti hospital. There we did the surgery. So there is a plate. കൊണ്ടുവന്നു. അവിടെ വെച്ചാണ് സർജറി നടന്നത്. It was a very big plate placed in his leg. ഒരു വലിയ ഒരു പ്ലേറ്റ് അവന്റെ കാലിലിട്ടു. Now we all fine. We are back into our home, and now we are started doing to everyday work, and as well as ministry also slowly I'm starting. So thank you for your prayers, and especially in this situation, God protect us. He shows His divine protection and His grace is there with me, and He was there with me, and big testimony in front of you. ഈ ഒരു ആക്സിഡന്റിനോട് ബന്ധത്തിൽ ദൈവത്തിന്റെ കൃപ ഞങ്ങൾ അനുഭവിച്ചു. കരുണയാലെ ഞങ്ങളെല്ലാം ഭവനത്തിൽ എത്തിച്ചേർന്നു. ഒരു നോർമൽ ലൈഫിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ശുശ്രൂഷ കാര്യങ്ങളിൽ ഞങ്ങൾ നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. So keep me in prayer. ദയവായി ഞങ്ങളെ കുടുംബമായി വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കണം. So Joshua still is at home. He is not going to school because doctor advised me to not taking steps, to not walk on steps. That's what doctor instruct me. മൂത്ത മോൻ ഇപ്പോഴും സ്കൂളിൽ പോകുന്നില്ല. തനിക്ക് കാലിന് പ്രയാസമുണ്ട്. അതുപോലെ തന്റെ ക്ലാസ് 3-ാം നിലയിലാണ്. സ്റ്റെപ്പ് കയറരുതെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. So keep us in prayer. ഞങ്ങളെ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണം. Thank you so much for your valuable prayer. People who are supporting me in that situation, and all around the world, children of God, they are supporting and praying for me. Churches and individuals, so many people, they are showing the true love of God. ദൈവസ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കാനിടയായി. ഞങ്ങളെ പ്രാർത്ഥിക്കുകയും ഈ സംഭവത്തോടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകിയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത് എല്ലാവരോടുമുള്ള നന്ദി ഇപ്പോൾ ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. So once again I pray, praise be to God. ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. So last 10 minutes we have. In that 10 minutes, very short meditation I want to share with you all. സമയം കഴിഞ്ഞു എന്നറിയാം. എന്നാൽ 10 മിനിറ്റിനുള്ളിൽ ഒരു ചെറിയ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ മുമ്പിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Gospel of Luke chapter 24. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. So this is a very familiar passage with all. I think almost everyone knows the situation, and അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. After the crucifixion, Jesus' body was buried on the tomb. നമുക്കറിയാം കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം തന്റെ ശരീരം കല്ലറയിൽ വെക്കുവാനിടയായി. So on third day, what is happening? That is the main content of this passage. ഈ 24-ാം അധ്യായത്തില് ശവസംസ്കാരത്തിന് ശേഷം 3-ാം ദിവസം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് നാം ഇവിടെ വായിക്കുന്നത്. There is a visitation of sister is there. There is a visitation of disciples are there, and lot of testimony was happened in that tomb, near the tomb garden. നമുക്കറിയാം ഈ കല്ലറയോടോ ബന്ധത്തില് സഹോദരിമാർ അവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്, ശിഷ്യന്മാർ അവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്കറിയാം. These disciples and sisters, why they are coming to tomb? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കല്ലറയിലേക്ക് അവർ വരുന്നത്? So that's what mentioned in the very first verse. ആദ്യത്തെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നു. Early morning, that's what mentioning. Early morning, and they want to give the spices for Jesus' body. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത്, പ്രത്യേക ശ്രദ്ധിക്കുക, അതികാലത്ത് കല്ലറയ്ക്കലെത്തി. Yeah. So in the early morning, they were reached that tomb. അതികാലത്ത് കല്ലറയ്ക്കലെത്തി. So they wants to do the rituals and tradition for Jesus' body. അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രീതി കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്
അവരവിടെ എത്തിച്ചേർന്നത്? Because on crucifixion day there is a festival is happen, Paschal festival is happen. So next day is what is it? Sabbath. They celebrating Sabbath. നമുക്കറിയാം സാബത്ത് ആരംഭിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ശരീരം കുരിശിൽ നിറക്കി, അതുകൊണ്ട് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. That's why they could not do anything. So they want to do all the rituals and tradition to Jesus' body. That's why they came to the tomb. അവർക്ക് സുഗന്ധവർഗം അത് ഉപയോഗിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവർ വന്നത്. So first, actually, when Jesus was there with him, he clearly mentioned on third day, he will come back. He will rise from the dead. That's what he clearly mentioned. കർത്താവ് തന്റെ 1.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ പല പ്രാവശ്യം ഞാൻ എന്നെ കൊല്ലും, ഞാൻ അടക്കുമെന്ന് ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. But people who following him, they all came to Tom for doing rituals and tradition for his body, and then they want to bury his body properly. പക്ഷെ ഈ വന്നിരിക്കുന്നവർക്ക് കർത്താവ് പറഞ്ഞ എന്താ പറഞ്ഞ 3-ാം ദിവസം എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അവര് ശരിയായ വിധത്തിൽ ഈ ശരീരത്തെ അടക്കണം. അതുകൊണ്ട് സുഗന്ധവർഗങ്ങള് എല്ലാം ശരീരത്തിൽ ഇട്ടിട്ട് അടക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിച്ചേർന്നത്. So why they are there at tomb? അപ്പോൾ എന്തിനാണ് അവർ ടൂമ്പിലെത്തിയത്, കല്ലറയ്ക്കലെത്തിയത്? Why we are here today? Why we are here today? ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? I just want to drop 3 points in front of you. 3 കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. We will justify our own heart with the word of God. നമ്മുടെ ഹൃദയത്തെ ദൈവവചനമായിട്ട് നമുക്കൊന്ന് കൂട്ടി ചേർത്ത് നോക്കാം. The very first point is traditional or trust. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലുള്ള ആശ്രയവും അനുസരണമാണോ അല്ലെങ്കിൽ പാരമ്പര്യമാണോ നമ്മുടെ മുമ്പിലുള്ളത്? Why we are here? Because of our traditional or trust in the Lord. നമ്മളിവിടെ വന്നിരിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചോ ആശ്രയിച്ചുകൊണ്ടാണോ അതോ പാരമ്പര്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടാണോ വന്നിരിക്കുന്നത്? Some people say like this, why you are following Jesus Christ? My parents is following. My parents insist me to going to the church. That's why I am following Jesus Christ. Same like that, or we are following based on trust. പലരും പറയാറുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയായിരിക്കുന്ന, ഞാൻ പള്ളിയിൽ പോയിരിക്കുന്ന, ഞങ്ങളുടെ എന്താ പറഞ്ഞ മാതാപിതാക്കളായിട്ട് പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള പാരമ്പര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. അങ്ങനെയാണോ ഇവിടെ വന്നിരിക്കുന്നതോ ഞാൻ കർത്താവിൽ വിശ്വസിച്ച് ദൈവമകനായി തീർന്നിരിക്കുന്നു, ആ ഒരു ബോധ്യതയോട് കൂടിയാണോ? Second one, ritual or rejoice. രണ്ടാമത്തേത് ഈ എന്താ പറഞ്ഞ ആചാരമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ? So ritual, what they want to do, they want to give the spice to Jesus' body. They want to bury again. വർഗങ്ങള് കർത്താവിന്റെ ശരീരത്തില് ഇടാനായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. Not by your action, by the faith or by the grace only we got saved. So we supposed to hear by rejoice. നമ്മള് എഫെസ്യർ 2:8 വായിക്കുന്ന പോലെ കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ദൈവമക്കളായി തീർന്നു. അപ്പോൾ നമ്മൾ ആചാരം ചെയ്യാനായിട്ടല്ല വരുന്നത്, മറിച്ച് ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. Why we are here? Is it traditional or trust? Is it ritual or rejoice? ആദ്യം പറഞ്ഞത് നമ്മളെ പാരമ്പര്യമായിട്ടാണോ അല്ലെങ്കിൽ വിശ്വാസം മുഖാന്തരമാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇത് ആചാരമായിട്ടാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള സന്തോഷം മുഖാന്തരമാണോ? Third one, fear or faith. മൂന്നാമത്തെ കാര്യം പേടിയാണോ അല്ലെങ്കിൽ വിശ്വാസമാണോ? Why we are here? Because of the fear of the society or faith in God. നമ്മളിവിടെ വന്നിരിക്കുന്നത് സമൂഹത്തോടുള്ള പേടി കൊണ്ടാണോ അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണോ? എന്തുകൊണ്ടാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്? They supposed to reach the tomb by trust, rejoice and faith, but they did not. അവിടെ വന്നിരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം മുഖാന്തരവും സന്തോഷം മുഖാന്തരവുമാണ് അവിടെ വരേണ്ടതായ കാര്യം. Why this has happened? Why this disciples and his own followers, they are denying his words?
എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ താമസിക്കാനായിട്ട് ഇടയായി തീർന്നത്? When we used to read this passage in all the four Gospels, the angel used to say with the disciples, "You are forget his words when he says in Galilee." അവർ ഈ 4 സുവിശേഷങ്ങളിലും കർത്താവിന്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ ദൈവദൂതന്മാർ അവരോട് പറയുന്നുണ്ട്, കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റു. You are forgetting that word. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ സത്യം നിങ്ങൾ മറന്നുപോയി. You are not understanding that word. ദൈവവചനം നിങ്ങൾക്ക് മനസ്സിലായില്ല. Because of you are not understanding, you are following traditional, you are following ritual, you are in fear. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾ ദൈവവചനം അനുസരിക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സന്തോഷമില്ലാതെ, പേടിയോടുകൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. If you are understanding the word of God, you are supposed to reach here by trust. You reach here by rejoice. You reach here by faith. ദൈവത്തിൽ ആശ്രയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇവിടെ വരും, വിശ്വാസത്തോടു കൂടി വരും, അതുപോലെ ദൈവത്തിലുള്ള ആശ്രയത്തോടു കൂടി ഇവിടെ വരുമായിരുന്നു. So these disciples lagging in understanding word of God. What about you and me? ദൈവവചനം മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിച്ചില്ല. ഇന്ന് വൈകുന്നേരം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്, ദൈവവചനം ശരിയായ വിധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? So in this world, the most top of the blessing is we need to understand the word of God. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവവചനം മനസ്സിലാക്കുക, അതനുസരിക്കുക എന്നുള്ളതാണ്. Then only we can understand the heart of God. അന്നേരമാണ് ദൈവത്തിന്റെ ഹൃദയത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. So we supposed to live in this world. Our ultimate motto is we need to understand His word. നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ദൈവവചനം അറിയുക, ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. So if we understand, we will be here by trust. We will be here by rejoice. We will be here by faith. അങ്ങനെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ നമ്മൾ ആശ്രയത്തോടു കൂടി വരും, സന്തോഷത്തോടു കൂടി വരും, അതുപോലെ വിശ്വാസത്തോടു കൂടി ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. So this question I'm leaving in front of you, we'll think about ourselves. Why I'm here? Why I'm serving this Lord? Why I'm doing this ministry? Why I'm here? Everything we need to question ourselves. ഞാൻ ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വിട്ടിട്ട് ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കാനായിട്ട് പോകണം. എന്തിനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്? എന്തിനാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്? എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അത് ചിന്തിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. So may the name of the Lord will be glorified. Sorry for the 4 minutes delay. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. അല്പസമയം ഡിലേ ആയി, ക്ഷമിക്കണം. Praise be to God. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Thank you, brother. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ഇന്നും കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇവാഞ്ചലിസ്റ്റ് കിഷോർ കുമാർ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ കുറിച്ച്, ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് നമ്മളോട് ഇത്ര നേരം സംസാരിക്കുമായിരുന്നു. താൻ ചെയ്തു വരുന്ന വിവിധ ശുശ്രൂഷകൾ നമ്മളോട് പറയുകയുണ്ടായി. ദൈവം വളരെയധികം ആ മിനിസ്ട്രിയോടുകൂടുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരനെയും കുടുംബത്തെയും ആ ടീമിനെയും ദൈവം സഹായിക്കുന്നു. പിന്തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ദൈവവേല, ദൈവത്തിന്റെ കരുതൽ അതിലുണ്ടെന്നുള്ളൊരു കാര്യം നമുക്കിന്ന് പ്രിയ കർത്തദാസിൽ നിന്ന് കേൾക്കുവാൻ ദൈവം ഇടവരുത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അതുപോലെ 2 കുഞ്ഞുങ്ങളെയും സഹോദരിയെയും നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഓർക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. മാത്രമല്ല, വലിയൊരു ആപത്തിൽ നിന്ന് കുടുംബമായിട്ട് അവരെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. അത്രയ്ക്ക് വലിയൊരു ആക്സിഡന്റ് ആണ് ഉണ്ടായത്. എന്നാൽ ദൈവത്തിന്റെ കരുതൽ എത്രയോ വലുതായിരിക്കുന്നു എന്നുള്ള കാര്യം പ്രിയ സഹോദര സാക്ഷ്യത്തിൽ നിന്നും കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വരും കാലങ്ങളിൽ ദൈവത്തിന്റെ വേല എല്ലാ സ്ഥലങ്ങളിലും ചെന്ന്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള മിനിസ്ട്രി ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാൻ തക്കവണ്ണം നാം നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയ സഹോദരനെയും കുടുംബത്തെയും നമുക്ക് ഓർക്കാം.
അതിനുശേഷം അനുഗ്രഹിക്കപ്പെട്ട ചെറിയൊരു മെസ്സേജും കേൾക്കുവാൻ ദൈവം ഇടവരുത്തി. അത് നല്ല രീതിയിൽ ഇവാഞ്ചലിസ്റ്റ് ഒ എ മാത്യു പാറ്റ്നയ്ക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തക്കവണ്ണം ദൈവം ആവശ്യമായ എല്ലാ വാക്കുകൾ കൊടുത്തു. അതിനായിട്ട് ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രിയ സഹോദരനോടുള്ള മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരനോട് ഞങ്ങളുടെ നന്ദിയും അറിയിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി 2 ഗാനങ്ങൾ പാടി മിനിസ്ട്രിയെ സഹായിച്ച സഹോദരി ലിസ ബിജുവിനെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്നും ഈ മിനിസ്ട്രിയുടെ ബന്ധത്തിൽ സാക്ഷ്യം കേൾപ്പാനും ദൈവത്തെ സ്തുതിക്കുവാനും ഞങ്ങളോട് ചേർന്ന് അനേക പ്രിയപ്പെട്ട ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇന്ന് കടന്നു വന്ന് ഈ മിനിസ്ട്രിയിൽ സംബന്ധിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വെളിയിലായിരിക്കുമ്പോൾ അവിടുത്തെ സമയങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ സമയം അനുസരിച്ചുള്ള ആ സമയം നോക്കി അവര് ഈ മിനിസ്ട്രിയിൽ ഇന്ന് കാലുവനാഥ മിനിസ്ട്രിയിൽ നിന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ദൈവത്തിന്റെ വചനം കേൾക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് സാക്ഷ്യം കേൾക്കുവാനുള്ള സന്തോഷ നിമിത്തമാണ് പ്രിയപ്പെട്ടവരൊന്ന് ഇതിൽ നിന്ന് ജോയിൻ ചെയ്ത് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. തുടർന്നും ഈ മിനിസ്ട്രിയെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ ഒരു നല്ലൊരു സാക്ഷ്യം കേൾക്കുവാൻ തക്കണം ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും മിനിസ്ട്രിയെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇതിന്റെ പുറയിൽ അധ്വാനിക്കുന്ന പ്രിയ കർത്തൃദാസൻ സന്തോഷ് മാത്യുവിനെയും കുടുംബത്തെയും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണം. ഇതിന്റെ പുറയിൽ വളരെ അധ്വാനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അത് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. വീട്ടിലായിരിക്കുന്ന പ്രിയ ജോയ് ജോൺ സഹോദരൻ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ സഹോദരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വിവിധയിടങ്ങളിലായിരുന്നുകൊണ്ട് ഈ മാധ്യമത്തിലൂടെ പിന്നെയും ഒരു ശനിയാഴ്ച വൈകുന്നേരം ചേർന്ന് വരുവാൻ അവിടുന്ന് ഒരു സാവകാശം ഒരുക്കിയല്ലോ, അതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 151 എപ്പിസോഡുകളിലായി അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹം പ്രാപിപ്പാനും അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. അനേകരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി തീരുവാൻ കർത്താവ് ഇടയാക്കി. കേൾപ്പിച്ചതായിരിക്കുന്ന വചന ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തെ ഉണർത്തുവാൻ അവിടുന്ന് മുഖാന്തരമാക്കി. അതിനെല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കാൽവറിനാഥ മിനിസ്ട്രിയെ അവിടുന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അനുഗ്രഹിച്ചു. ഈ ശുശ്രൂഷ തുടർച്ചയായി നടത്തുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉദവികളും അവിടുന്ന് തരുന്നു. പല തടസ്സങ്ങളുടെയും നടുവിൽ പ്രിയ സഹോദരന്മാർക്ക് ഇത് ചെയ്യുവാനുള്ളതായ എല്ലാ പ്രാപ്തിയും അവിടുന്ന് നൽകുന്നുണ്ട്. സ്തോത്രം. കർത്താവെ, ഇനിയും പൂർവാധികം കർത്താവിൻ്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ അവിടുത്തെ കൃപ നൽകണം. അനേകർക്ക് ഇത് അനുഗ്രഹമാക്കണമേ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ദാസന്മാരിലൂടെ കേൾപ്പിച്ച അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾക്കായും സന്ദേശത്തിനായിട്ടും സ്തോത്രം. കർത്താവെ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രിയ സഹോദരി ലിസായെ ബലപ്പെടുത്തി അവൾക്കും ദൈവം നൽകിയതായ താലന്ത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഈ നിലയിൽ പലയിടങ്ങളിലായി പ്രയോജനപ്പെടുത്തുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രിയ സഹോദരൻ കിഷോറിൻ്റെ സാക്ഷ്യം ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ബാല്യകാലത്ത് കർത്താവിനെ അറിയുവാനായിട്ടുള്ള ഭാഗ്യം അവിടുന്ന് നൽകി. അതിനുവേണ്ടി അവിടുന്ന് ഉപയോഗിച്ചതായ അവിടുത്തെ ദാസന്മാർക്കായിട്ട് സ്തോത്രം. വിശേഷിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനം മുഖാന്തരം കർത്താവെ, അങ്ങനെ എത്രയോ പേരാണ് വിശ്വാസത്തിലേക്ക് വരുവാനിടയായത്. കർത്താവെ, അവിടുന്ന് ആ ശുശ്രൂഷയെ ആദരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, പ്രിയപ്പെട്ടവനും ആ നിലയിൽ കർത്താവിൻ്റെ കൃപയിൽ കടന്നു വരുവാൻ ആ ശുശ്രൂഷകൾ മുഖാന്തരമായി തീർന്നു. ദൈവകൃപയിൽ ആയിത്തീരുവാനും അവിടുത്തെ കൽപ്പനയനുസരിച്ച് സ്നാനപ്പെടുവാനും അവിടുത്തെ വേലയ്ക്ക് വേണ്ടി വേർതിരിയുവാനും ഒക്കെയും അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. കുടുംബമായിട്ട് അവരെ അവിടുന്ന് അനുഗ്രഹിച്ചു. അവിടുന്ന് നൽകിയ ആ കുടുംബത്തിനായി സ്തോത്രം. സഹോദരി നിത്യയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, പ്രിയ കുഞ്ഞുങ്ങൾ ജോഷുവയെയും ജോയലിനെയും കരങ്ങളിൽ തരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ അവരെ അവിടുത്തെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾ ആ വിഷയങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സ് വളരെ കലങ്ങിപ്പോയി. കർത്താവെ, അവർ പൂർണ്ണമായും തീർന്നു എന്നുള്ളതായ ഒരു
വാർത്തയാണ് ഞങ്ങൾ കേട്ടത്. എന്നാൽ ഞങ്ങളുടെ കർത്താവ് അവർക്ക് പിന്നെയും ആയുസ്സും ആരോഗ്യവും ബലവും നൽകി ജീവനോടെ ഈ ഭൂമിയിൽ ശേഷിക്കുവാൻ അവിടുന്ന് അനുവദിച്ചു. അതിനായിട്ട് സ്തോത്രം. ആ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കൾ അവർക്ക് നൽകി. അവരുടെ വാഹനവും മറ്റു കാര്യങ്ങളൊക്കെ നഷ്ടമായി തീർന്നുവെങ്കിലും അവരുടെ ജീവനാപായം ഉണ്ടാകാതെ അവരെ അവിടുന്ന് സൂക്ഷിച്ചു. അവർക്കുണ്ടായ പരിക്കുകളിൽ നിന്നും പ്രയാസങ്ങളിലൊക്കെ അവർക്ക് നൽകിയ വിടുതലായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. തക്ക സമയത്ത് അവരെ സഹായിക്കുവാൻ അവിടുന്ന് നാട്ടുകാരായ ആളുകളെയും അതുപോലെ അവിടുത്തെ ജനത്തെയും ഒരുക്കിയതിനായിട്ട് സ്തോത്രം. അവരുടെ ആവശ്യങ്ങൾ അവിടുന്ന് കൂടെ ഇരുന്നു. ഇത്രത്തോളം ആരോഗ്യവും ബലവും നൽകിയതിനായി സ്തോത്രം. തുടർന്നും അവിടുത്തെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമേ. ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവെ, അവിടുത്തെ മഹത്വമാർന്ന ശുശ്രൂഷ വിവിധ നിലകളിൽ വില്ലേജുകളിലൊക്കെയും കടന്നുപോയി ചെയ്യുവാൻ അവിടുത്തെ ദാസനും തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന സഹോദരന്മാർക്കും നൽകിയിരിക്കുന്ന ഭാരത്തിനായി സ്തോത്രം. അവരുടെ മിഷൻ പ്രവർത്തനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവെ, കൂടുതലായി അവിടുത്തെ നാമമഹത്വത്തിനു വേണ്ടി അധികം സാക്ഷ്യം വഹിക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുവാൻ അവരെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന കർത്താവ് ബാംഗ്ലൂർ എബനേസർ അസംബ്ലിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ സഭയെയും അവിടുത്തെ ശുശ്രൂഷന്മാരെയും അവിടുത്തെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയ മകൻ ജോഷുവയ്ക്ക് പൂർണ്ണമായ സൗഖ്യം അവിടെ നൽകണം. അവൻ്റെ കാലുകൾ ഊന്നി നടക്കുവാൻ ആവശ്യമായിട്ടുള്ള നൽകണമേ. എൻ്റെ പഠിത്തം മുടങ്ങിയിരിക്കുകയാണ്, പ്രത്യേക കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. പ്രിയ സഹോദരൻ ഓയ മാത്യൂസിനും കർത്താവെ, ഈ മീറ്റിംഗിൽ തനിക്ക് ഭാഷാന്തരം ചെയ്യുവാനുള്ള ആവശ്യമായിട്ടുള്ള കൃപ അവിടെ നൽകി അവിടുന്ന് അനുഗ്രഹിച്ചു. അവിടുത്തെ ദാസനെയും അങ്ങയുടെ മഹത്വമാർന്ന ശുശ്രൂഷയിൽ അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ പിന്നെയും പാറ്റ്നയിലെത്തി അവിടുത്തെ ശുശ്രൂഷ തുടരുവാൻ അവിടുന്ന് ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, പ്രിയ സന്തോഷ് ബ്രദറിനെയും രോഹിച്ചായനെയും അവിടുത്തെ കരങ്ങൾ തരുന്നു. ദൈവകൃപ അവർക്ക് അധികമായി നൽകണം. ഈ ശുശ്രൂഷയിൽ വരുന്ന ദിവസങ്ങൾ അധികമായി മുന്നോട്ട് പോകുവാൻ ഇടയാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കേട്ടതായ സാക്ഷ്യങ്ങൾ, അനേക ദൈവദാസന്മാര്, അവരെയൊക്കെ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ വയലിൽ അധ്വാനിക്കുന്ന അനേകരെ ഈ നിലയിൽ പരിചയപ്പെടുത്തുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥനയുടെ പിന്തുണ നൽകുവാനും പ്രിയപ്പെട്ടവരെ അവിടുന്ന് മുഖാന്തരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അങ്ങയുടെ വരവിൻ്റെ ആ കാഹളനാദം ഞങ്ങൾ കാതോർത്തുകൊണ്ട് ഞങ്ങളുടെ കർത്താവിനായിട്ട് ഒരുക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന കുറവ് ഞങ്ങൾ ക്ഷമിക്കണമേ. അവിടെ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തരികയാണെങ്കിൽ തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ കൃപ നൽകണമേ. വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവെ, ഇന്നത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവരും അതുപോലെ തുടർന്ന് യൂട്യൂബിലൂടെ ഇത് കാണുകയും കർത്താവെ ഇത് കേൾക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഇത് കർത്താവ് ഒരു വെല്ലുവിളിയായി തീരുവാൻ അവിടുത്തെ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. സകലവും അവിടുത്തെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.